ഹലോ, വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. പാൽപ്പൊടി വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ? നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിലാട്ടോ പറയണേ. അപ്പോൾ ഈ ഒരു കപ്പിന് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കുറുകൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെയാണ് ഞാനെല്ലാം പറയണേ. അപ്പോൾ ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുത്തു. ഇത് 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 1.5 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് കൈ വിടാതെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പാൽപ്പൊടിയുടെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടയണ വരെ നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പാൽപ്പൊടിയിലത്തെ കട്ടയൊക്കെ മാറി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ആ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു പോകുന്ന രീതിയിൽ അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ലൊരു തിക്ക് ഫോമായിട്ട് മാറണം കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയുടെ കൂടെ ഇത്തിരി ഏലക്കായും കൂടി പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ 1/2 കപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണ പോലെ നന്നായിട്ട് കൈ വെച്ച് അമർത്തി കുഴച്ചെടുക്കുക കേട്ടോ. മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ കൈയുടെ വെള്ളയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ പരത്തി കൊടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ വല്ല നെയ്യോ അല്ലെങ്കിൽ എണ്ണയിട്ട് തടവി കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യണ്ടൂ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതേ ഒരു വലുപ്പത്തിലാട്ടോ ഞാൻ ചെയ്തെടുക്കണേ. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ പാൽപ്പൊടി കൊണ്ടുള്ള നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5-10 മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. വളരെ ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമായിച്ചെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.